എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ടുട്ടാൻഖാമുന്റെ വീഡിയോ ചെയ്തപ്പോൾ ഡീർ അൽ ബെഹറി എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട രസകരമായിട്ടുള്ള ഒരു നിധി മോഷണത്തിന്റെ കഥയുണ്ടെന്ന് സൂചിപ്പിച്ചിരുന്നു. ഇന്ന് പറയുന്നത് ആ കഥയാണ്. ടുട്ടാൻഖാമുന്റെ വീഡിയോ കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ധാരാളം ഇൻഫർമേഷൻ അക്കാഡമിക് ലെവലിൽ കളക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതും അതുപോലെയുള്ള ഒന്നാണ്. പുരാതന ഈജിപ്തിൽ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ശവക്കല്ലറയിലെ നിധികൾ കൊള്ളയടിക്കുന്നത് സമൂഹത്തിലെ സാമ്പത്തിക നിലവാരത്തിന്റെ വളർച്ചയിൽ വലിയൊരു പങ്ക് വഹിച്ചിരുന്നു. വിശ്വസിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലേ? സത്യമാണ്. ഓരോ കല്ലറ മോഷണവും സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച വരുത്തുമായിരുന്നു. നമ്മുടെ ഇന്നത്തെ കാഴ്ചപ്പാട് അനുസരിച്ച് മരണപ്പെട്ട ഒരാളുടെ കല്ലറ കുത്തിപ്പൊളിക്കുന്നത് തികച്ചും അധാർമികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഇതാണ് നമ്മളടങ്ങുന്ന ആധുനിക സമൂഹത്തിന്റെ കാഴ്ചപ്പാട്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല പുരാതന ഈജിപ്തുകാർ. രാജാക്കന്മാരുടെ ശവക്കല്ലറ കൊള്ളയടിക്കുന്നത് അത്ര മോശമായിട്ട് അവർ കണ്ടിരുന്നില്ല. ഞാൻ പറഞ്ഞത് സാധാരണക്കാരുടെ കാര്യമാണ്. അതായത് അന്നുള്ള സാധാരണ ജനങ്ങളുടെയും അടിമകളുടെയും കാഴ്ചപ്പാട്. അവർ മാത്രമല്ല, രാജകുടുംബത്തിലെ പുരോഗമന ആശയമുള്ള അനേകം ആളുകളും അളവറ്റ സമ്പത്ത് ഒരു കല്ലറയിൽ കുഴിച്ചിടുന്നതിനോട് വലിയ എതിർപ്പുള്ളവരായിരുന്നു. അതിൽ അവരെ തെറ്റു പറയുവാനായിട്ട് കഴിയില്ല. കാരണം രാജാക്കന്മാരും ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള ധനികരും വലിയ തുക മുടക്കി കല്ലറകൾ നിർമ്മിച്ച് അവരുടെ മരിച്ചവരെ മമ്മിഫിക്കേഷൻ ചെയ്ത് കിലോ കണക്കിന് സ്വർണവും രത്നങ്ങളും എണ്ണമറ്റ മൃഗങ്ങളെയും ചേർത്ത് ഒന്നടങ്കം അടക്കം ചെയ്യുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾ പട്ടിണി കിടക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും അവർക്ക് ഇത്തരം ധൂർത്തിനോട് വലിയ അമർഷമുണ്ടാകും. അതുകൊണ്ടാണ് അവർ ഈ കല്ലറകൾ കൊള്ളയടിക്കുവാനായിട്ട് തുടങ്ങിയത്. ഇതിൽ രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. രാജകുടുംബത്തിലെ റിബലായിട്ടുള്ള ചില ആളുകളും അവരുടെ കുടുംബത്തിൽപ്പെട്ടവരെ അടക്കം ചെയ്ത കല്ലറയിൽ നിന്നും ആ സമ്പത്ത് മോഷ്ടിച്ചെടുക്കുവാനായിട്ട് കള്ളന്മാരെ കൂലിക്ക് ഏർപ്പാടാക്കിയിരുന്നു. ഈ ടൂം റൈഡേഴ്സ് അഥവാ കല്ലറ കള്ളന്മാർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന പലരും ശവസംസ്കാരത്തിന്റെ വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്തവരായിരിക്കും. അതുകൊണ്ട് ഓരോ കല്ലറയിലും എന്താണ് അടക്കം ചെയ്തത് എന്ന് ഇവർക്ക് ആരെക്കാളും വ്യക്തമായിട്ടും അറിയാം. ശവക്കല്ലറയിൽ നിന്ന് നിധികൾ എടുക്കുവാനായിട്ട് കള്ളന്മാരെ വാടകയ്ക്കെടുത്തവരിൽ പുരോഹിതന്മാരും ശാസ്ത്രിമാരും ഉൾപ്പെട്ടിരുന്നു. കാരണം ഈ പുരോഹിതന്മാരുടെ കൈവശം കല്ലറയിൽ അടക്കം ചെയ്യുന്ന സമ്പത്തിന്റെ സകല ലിസ്റ്റുമുണ്ട്. അതുകൊണ്ട് കള്ളന്മാരോട് ഏതൊക്കെ അറയിലാണ് അവർ കയറേണ്ടത് എന്നും എന്തൊക്കെയാണ് അവിടെ നിന്നും എടുക്കേണ്ടത് എന്നും വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഇവർക്ക് കഴിയും. കുലീന കുടുംബത്തിൽപ്പെട്ട പലരും ശവകുടീരങ്ങൾ കൊള്ളയടിക്കുവാനായിട്ട് മുൻകൈ എടുത്തിരുന്നുവെന്ന് പറഞ്ഞല്ലോ. അത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് അവർ അന്ന് വിചാരിച്ചിരുന്നു. രാജ്യമെങ്ങും കടുത്ത സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുമ്പോഴാണ് കൂടുതലും ഇത്തരം കല്ലറ മോഷണങ്ങൾ അരങ്ങേറിയത്. അതിനൊരു പ്രതികാര നടപടിയുടെ മുഖം കൂടി ഉണ്ടായിരുന്നു. മരണപ്പെട്ട ഈ വ്യക്തിയുടെ ഭരണ പരാജയം മൂലമാണ് ഇപ്പോഴുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയെന്നും അതുകൊണ്ട് അയാളുടെ അന്ത്യനിദ്രയെ ഭംഗപ്പെടുത്തി അതിലെ വസ്തുവകകൾ കവരുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നും അവർ വ്യാഖ്യാനിച്ചു. കാരണം അവരുടെ വിശ്വാസത്തിൽ മരണം ഒരു അവസാനമല്ല. മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരോട് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ജീവിച്ചിരിക്കുന്നവരുടെ ക്ഷേമം അന്വേഷിക്കേണ്ടതും അവരെ പരിപാലിക്കേണ്ടതും മരിച്ചവരുടെ കടമയാണ്. അവരതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് ദാരിദ്ര്യമുണ്ടാകുന്നത്. അതുകൊണ്ട് അവരുടെ ശവകുടീരങ്ങളിൽ ആർക്കും ഉപകാരമില്ലാതെ കിടക്കുന്ന അനേകം നിധികൾ കൊള്ളയടിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇതായിരുന്നു അവരുടെ ചിന്ത. ഈജിപ്റ്റ് ഭരിച്ചിരുന്ന ഫറവോന്മാരെയെല്ലാം ഹോറസ് ദേവന്റെ അവതാരമായിട്ടാണ് പരിഗണിക്കാറ്. അതുകൊണ്ട് ഒരു ഫറവോൻ തന്റെ പൂർവികരുടെ ശവകുടീരം കൊള്ളയടിച്ചാൽ അതൊരു കുറ്റമല്ല. തന്റെ സ്വന്തം വസ്തുവകകൾ അയാൾ വീണ്ടെടുക്കുന്നു എന്ന് വിചാരിക്കും. അന്നും ഇന്നും അധികാരമുള്ളവൻ മോഷ്ടിച്ചാൽ അതൊരു തെറ്റല്ല എന്നും അവന് അനുകൂലമായിട്ട് നിയമത്തിൽ അവർ മാറ്റം വരുത്തുമെന്നും ഇതുവഴി നമുക്ക് മനസ്സിലാക്കാം. പുരാതന ഈജിപ്തിലെ പഴയ കല്ലറകളിൽ പലതും പിന്നീട് വന്ന ഭരണാധികാരികൾ കൊള്ളയടിക്കുകയും അതിലെ വസ്തുക്കൾ വീണ്ടും ഉപയോഗിക്കുകയും ചെയ്തിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മമ്മികൾ അടക്കം ചെയ്യുന്ന സാർക്കോഫോഗസ് എന്ന് വിളിക്കപ്പെടുന്ന ശവപ്പെട്ടികൾ വരെ പൊടി തട്ടിയെടുത്ത് വീണ്ടും ഉപയോഗിച്ചിരുന്നു. ഒരു കല്ലറയിൽ അതിക്രമിച്ച് കയറി അത്ര എളുപ്പം നിധിയും എടുത്ത് ചുമ്മാ ലാലാലാ പാടി മടങ്ങാമെന്ന് ആരും വിചാരിക്കരുത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ടോം റൈഡേഴ്സ് വരുമെന്ന് എല്ലാവർക്കും അറിയാം. അവരെ തടയുവാനായിട്ട് പലതരം കെണികൾ ഈ കല്ലറയിൽ സജ്ജീകരിച്ചിരുന്നു. കള്ളന്മാരുടെ മേൽ വീഴുന്ന കുരുക്കുകൾ, കൂർത്ത മരക്കുറ്റികൾ നാട്ടിയ കുഴികൾ, ശിരച്ഛേദം ചെയ്ത് കളയുന്ന മൂർച്ചയുള്ള ചരടുകൾ, അങ്ങനെ തുടങ്ങിയ അനേകം പ്രതിരോധ സംവിധാനങ്ങൾ ഓരോ ശവകുടീരത്തിലും ഉണ്ടായിരിക്കും. ആരാണോ ആദ്യം കല്ലറയുടെ മുദ്ര തകർത്ത ഉള്ളിൽ കയറുന്നത് അവനായിരിക്കും ഏറ്റവും വലിയ കുറ്റക്കാരൻ. തൊട്ടു പിന്നാലെ കയറുന്നവർക്ക് ശിക്ഷയിൽ നേരിയ കുറവുണ്ടാവും. വളരെ അപൂർവമായിട്ട് മാത്രം ശവകുടീരങ്ങൾ മുദ്ര വയ്ക്കും മുൻപായിട്ട് അതിൻ്റെ ഉള്ളിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊള്ളയടിക്കപ്പെട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആധുനിക കാല ആർക്കിയോളജിസ്റ്റുകൾ അത് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. അവർ കണ്ടെത്തിയ പല പുരാതന ഈജിപ്ഷ്യൻ ശവകുടീരങ്ങളുടെ മുദ്രകളും സാർക്കോഫാഗിയും മുദ്ര വെച്ചും ആരും തൊടാതെയുമാണ് കാണപ്പെട്ടത്. അന്നുവരെ ആരും ആ കല്ലറയിൽ കയറുകയോ അതിൻ്റെ ഉള്ളിലെ വസ്തുക്കളിൽ തൊടുകയോ ചെയ്തിട്ടില്ല. അതാണ് ഇതിൻ്റെ അർത്ഥം. പക്ഷേ ഈ ആർക്കിയോളജിസ്റ്റുകൾ അകത്ത് കയറി നോക്കിയപ്പോൾ കണ്ടത് സർക്കോഫാഗസിന്റെ ഉള്ളിലെ മമ്മിയെ ആരോ വിശദമായിട്ട് അതിനെ പൊതിഞ്ഞ അലങ്കാര തുണികൾ നീക്കം ചെയ്ത് പരിശോധിച്ച നിലയിലായിരുന്നു. പുറമേ നിന്നും വന്ന ആർക്കും അതിന് കഴിയില്ല.
ഇത് ശവസംസ്കാരത്തിന് തൊട്ടു മുൻപ് നടന്നതാകുവാനാണ് സാധ്യതയുള്ളൂ. നമുക്ക് ഉറപ്പായിട്ടും അനുമാനിക്കാം, രാജാവിന്റെ അന്ത്യചടങ്ങുകളിൽ പങ്കെടുത്തവർ ആയിരിക്കണം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. കാരണം ഫറവോന്റെ പല ദാസന്മാരും അന്ത്യചടങ്ങുകളിൽ പങ്കെടുക്കുന്നവരാണ്. അവർക്ക് കൃത്യമായിട്ടും അറിയാം ആ ശവകുടീരം എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തത് എന്നും അതിൻ്റെ ഉള്ളിൽ സ്ഥാപിച്ച കെണികൾ എന്തൊക്കെയാണെന്നും അത് എങ്ങനെ ഒഴിവാക്കണമെന്നും. അത് ഇവരെ പോലെ നിശ്ചയമുള്ള മറ്റാരും തന്നെ കാണില്ല. പൊതുവെ ശവകുടീരങ്ങൾ കവർച്ച ചെയ്യുവാനായിട്ട് പോകുന്ന സംഘത്തിൽ കുറഞ്ഞത് 10 പേരെങ്കിലും ഉണ്ടായിരിക്കും. ആ കൂട്ടത്തിൽ 1-2 വ്യാപാരികളും ഉണ്ടായിരിക്കും. ഈ വ്യാപാരികളായിരിക്കും കള്ളന്മാർക്ക് നിശ്ചയിച്ച പണം നൽകി അവരുടെ മറ്റു വ്യാപാര വസ്തുക്കളുടെ ഇടയിൽ പൂഴ്ത്തിവെച്ച് ഈ സമ്പത്ത് കടത്തിക്കൊണ്ടു പോകുന്നത്. ഇങ്ങനെയുള്ള പല മോഷണങ്ങളിൽ പ്രഭുക്കന്മാരും രാജകുടുംബത്തിൽപ്പെട്ടവരും ഉൾപ്പെട്ടതുകൊണ്ട് പലപ്പോഴും കവർച്ചക്കാർ പിടിക്കപ്പെട്ടിരുന്നില്ല. വളരെ അപൂർവമായിട്ട് കവർച്ചക്കാർ പിടികൂടപ്പെട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു കല്ലറ കവർച്ചക്കാരനെ പിടികൂടിയാൽ അവന് കൊടുക്കുന്ന ശിക്ഷ വളരെ ക്രൂരവും നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നതിനും അപ്പുറമായിരിക്കും. കല്ലറ മോഷ്ടാക്കൾക്ക് അക്കാലത്ത് കൊടുക്കുന്ന പ്രധാന ശിക്ഷ മരണമാണ്. അതൊരു സാധാരണ മരണവുമല്ല. ആദ്യം അവരെ കുറ്റം സമ്മതിപ്പിക്കുവാനായിട്ട് ക്രൂരമായിട്ടുള്ള ചാട്ടവാറിനടിക്കും. എന്നിട്ടും കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ കൈകളോ കാലുകളോ മുറിച്ചു മാറ്റും. അവസാനം അവരെ ജീവനോടെ ചുട്ടുകൊല്ലുകയോ ശിരച്ഛേദം ചെയ്യുകയോ അല്ലെങ്കിൽ ആസനത്തിൽ ശൂലം കയറ്റി കൊല്ലുകയോ ചെയ്യും. ആദ്യം ശവക്കല്ലറയുടെ മുദ്ര തകർത്ത കള്ളനെ ജീവനോടെ തീയിലിട്ട് ചുട്ടുകൊല്ലും. ഇങ്ങനെ ചെയ്യുന്നതിന് മതപരമായിട്ടുള്ള ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഏൻഷ്യന്റ് ഈജിപ്തുകാരുടെ വിശ്വാസപ്രകാരം ഒരുവനെ ചുട്ടുകൊന്നാൽ അവന്റെ ശരീരം പൂർണ്ണമായിട്ടും എരിഞ്ഞ് ചാമ്പലാകും. അവന് മരണാനന്തരം ജീവിതത്തിൽ പ്രവേശിക്കുവാനായിട്ട് ഒരു ശരീരം ഉണ്ടാകില്ല. ശരീരമില്ലാത്തവരെ സ്വർഗത്തിലും പാതാള ലോകത്തിലും പ്രവേശിപ്പിക്കില്ല. അവർ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന കൊടിയ നിരാശയുള്ള ദുരാത്മാക്കളായിട്ട് മാറും. തല വെട്ടിയാലും ശൂലത്തിൽ തറച്ചു കൊന്നാലും ഇതുതന്നെ ഫലം. അവന്റെ ആത്മാവ് ആ കൊലക്കളത്തിൽ തന്നെ എന്നേക്കുമായിട്ട് തളയ്ക്കപ്പെടും. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലോകത്തിൽ ഏറ്റവും പ്രശസ്തനായ ടുട്ടും ഖാമുൻ എന്ന രാജാവിന്റെ ശവകുടീരം ഹോവാർഡ് കാർട്ടർ എന്ന ആർക്കിയോളജിസ്റ്റ് ഖനനം ചെയ്ത് കണ്ടെത്തും മുൻപായിട്ട് 2 തവണ അത് കൊള്ളയടിക്കപ്പെട്ടിരുന്നു. കല്ലറയുടെ പുറം വാതിലിൽ പതിച്ച മുദ്ര തകർത്ത് കളഞ്ഞ് അത് വീണ്ടും പ്ലാസ്റ്റർ ചെയ്ത അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യം അതിക്രമിച്ചു കയറിയ കൊള്ളക്കാർ ലിനൻ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ലോഹം എന്നിവയായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്ന് കരുതപ്പെടുന്നു. ഇന്നത്തെ കാലത്ത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിസാരമാണെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ പുരാതന ഈജിപ്തിൽ അന്നവ വളരെയേറെ അമൂല്യവും വിലയേറിയതുമായിട്ടുള്ള വസ്തുക്കളായിരുന്നു. രണ്ടാമത് വന്ന കവർച്ചക്കാർ ടുട്ടും ഖാമുന്റെ ആഭരണങ്ങളും സ്വർണ്ണ പ്രതിമകളും കവർച്ച ചെയ്തുവെന്ന് അനുമാനിക്കപ്പെടുന്നു. അവർ ആഭരണങ്ങളുടെ 2/3 ഭാഗവും മോഷ്ടിച്ചുവെന്നാണ് കാർട്ടർ പറയുന്നത്. മിച്ചമുള്ള പൊട്ടും പൊടിയും മാത്രമാണ് അവർക്ക് കിട്ടിയത്. അതുതന്നെ വലിയൊരു നിധിയായിരുന്നു. കൂടുതൽ അറിയുവാനായിട്ട് ടുട്ടും ഖാമുന്റെ വീഡിയോ കണ്ടാൽ മതി. ഇനി പറയുവാനായിട്ട് പോകുന്നത് ഡീർ അൽ ബഹ്റി മമ്മി കാഷ എന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്. ഒരേ തരത്തിലുള്ള വസ്തുക്കൾ ഒരു സ്ഥലത്ത് രഹസ്യമായിട്ട് ഒളിപ്പിച്ചു വയ്ക്കുന്നതിനെയാണ് കാഷ എന്ന് പറയുന്നത്. ഡീർ അൽ ബഹ്റി ഈജിപ്തിലെ ഒരു സ്ഥലമാണ്. പുരാതന ഈജിപ്തുകാർ ഈ പ്രദേശം ഈജിപ്ഷ്യൻ മമ്മികളും കരകൗശല വസ്തുക്കളും ഒളിപ്പിച്ചു വയ്ക്കുവാനായിട്ട് തെരഞ്ഞെടുത്തിരുന്നു. ഡീർ അൽ ബഹ്റിയിൽ നിന്നും വളരെയേറെ മമ്മികൾ ഉൾക്കൊള്ളുന്ന ശവകുടീരങ്ങൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരു സ്ഥലത്ത് മാത്രം ഇത്രയും അധികം മമ്മികൾ കുമിഞ്ഞു കൂടുവാനായിട്ട് കാരണം? എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത്? ആരാണ് കണ്ടെത്തിയത്? മമ്മികളുടെ ഓട്ടോപ്സിയിൽ നിന്നും ശാസ്ത്രം എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി? അങ്ങനെ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരവുമാണ് ഇനി ഞാൻ പറയുന്നത്. എന്നാൽ അതോടൊപ്പം ഇതൊരു രസകരമായിട്ടുള്ള നിധിവേട്ടയുടെ കഥയും കൂടിയാണ്. ഈജിപ്തിൽ പുരാവസ്തുക്കൾ ഖനനം ചെയ്തെടുത്ത് ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്ന ഒരു വിപണിയുണ്ട്. 1875-നും 1881-നും ഇടയിലുള്ള കാലത്ത് ഈ പുരാവസ്തു ചന്തയിൽ കുറച്ച് അമൂല്യ സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വന്നു. അവിടെ മുതലാണ് ഈ കഥയുടെ ആരംഭം. പുരാതന ഫറവോണി ശവകുടീരങ്ങളിൽ നിക്ഷേപിച്ചിരുന്ന അമൂല്യമായിട്ടുള്ള വസ്തുക്കളും 21-ാം രാജവംശത്തിലെ ഭരണാധികാരികളുടെ രാജകീയ പേരുകൾ കൊത്തിവെച്ച കലാരൂപങ്ങളും നജ്ജമറ്റ് രാജ്ഞിയുടെ മുദ്രയുള്ള ഒരു പാപ്പറസ് ചുരുളും ഉൾപ്പെടെ നിരവധി വസ്തുക്കളാണ് അന്ന് അവിടെ വിൽപ്പനയ്ക്ക് വന്നത്. പെട്ടെന്ന് തന്നെ വിദേശികൾ അതെല്ലാം വാങ്ങിച്ചു കൂട്ടി. എന്നിട്ട് അവരുടെ സ്വകാര്യ ശേഖരങ്ങളുടെ ഭാഗമാക്കി. അമൂല്യമായിട്ടുള്ള ഈ കരകൗശല വസ്തുക്കൾ വ്യക്തികളുടെ സ്വകാര്യ ശേഖരണങ്ങളിലേക്ക് പോകുന്നത് രാജ്യത്തിന് വലിയ നഷ്ടമാണ്. അതുകൊണ്ട് ഇതെല്ലാം എവിടെ നിന്നുമാണ് വരുന്നത് എന്നും ആരാണിതെല്ലാം മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവരുന്നത് എന്നും അന്വേഷിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയത് ഈജിപ്ഷ്യൻ ആന്റിക്വിറ്റി സർവീസ് ഡയറക്ടറായ ഗാസ്റ്റൺ മാസ്പറോ ആയിരുന്നു. അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങൾ അദ്ദേഹത്തെ ഒടുവിൽ എത്തിച്ചത് ആധുനിക ഈജിപ്ഷ്യൻ നഗരമായ ലക്സറിന് എതിർവശത്തുള്ള നൈൽ നദിയുടെ പടിഞ്ഞാറൻ കരയിലുള്ള ഗുർണ എന്നു പേരുള്ള ഒരു ഗ്രാമത്തിലാണ്. അബ്ദു എൽ റാസുൽ എന്നയാളും അയാളുടെ കുടുംബക്കാരുമാണ് ഇതിന് പിന്നിലെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് നൂറ്റാണ്ടുകളായിട്ടും മറഞ്ഞുകിടന്ന ഒരു രാജകീയ ശവകുടീരം അബ്ദു എൽ റാസുൽ കണ്ടെത്തി. അന്ന് മുതൽ ആരെയും അറിയിക്കാതെ അയാളും അയാളുടെ കുടുംബക്കാരും അതിന്റെ ഉള്ളിലെ അളവറ്റ നിധികൾ കൊള്ളയടിച്ചു വരികയായിരുന്നു. ഇവരിൽ നിന്നുമാണ് അന്ന് പുരാവസ്തുക്കൾ കരിഞ്ചന്തയിൽ എത്തിയത്. അവരിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ വെച്ച് അന്വേഷണം നടത്തിയ മാസ്പറോ ആദ്യം എത്തിയത്
അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലും പിന്നെ ഡീർ അൽ ബഹറിയിൽ മറഞ്ഞിരിക്കുന്ന ശവകുടീരങ്ങളുടെ വലിയൊരു സമുച്ചയത്തിലുമാണ്. ഈ ശവകുടീരങ്ങളുടെ കണ്ടെത്തലും അവിടെ നടത്തിയ ഖനനവും പുരാവസ്തു ഗവേഷകർക്ക് അറിവുകളുടെയും കണ്ടെത്തലുകളുടെയും വലിയൊരു ചാകരയാണ് നൽകിയത്. പിന്നീട് ഈ ശവകുടീരത്തിനെ DB 320 അല്ലെങ്കിൽ TD 320 എന്ന് വിളിച്ചു. തുത്മോസ് ഒന്നാമന്റെയും അദ്ദേഹത്തിന്റെ മകൻ റാംസസ് രണ്ടാമന്റെയും ഉൾപ്പെടെ 40-ലധികം രാജകീയ മമ്മികളാണ് ഈ കല്ലറയിൽ നിന്നും കിട്ടിയത്. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിനോട് ചേർന്നായിട്ട് മറ്റൊരു ശവകുടീരം കൂടി കണ്ടെത്തി. ഈജിപ്തിലെ മഹാപുരോഹിതന്മാരുടെ 153ഓളം മമ്മികളാണ് ആ സൈറ്റിൽ നിന്നും കണ്ടെടുത്തത്. അതിനെ തുടർന്ന് 1898 മാർച്ചിൽ സമീപ പ്രദേശമായിട്ടുള്ള വാലി ഓഫ് ദ കിങ്സ് എന്ന സ്ഥലത്തു നിന്നും രാജകീയ മമ്മികളുടെ മറ്റൊരു ശേഖരവും കണ്ടെത്തി. വാലി ഓഫ് ദ കിങ്സ് രാജാക്കന്മാരെ അടക്കം ചെയ്യുന്ന ശ്മശാന ഭൂമിയാണ്. അവിടെ നിന്നും രാജാക്കന്മാരുടെ മമ്മികൾ എന്തിനാണ് യഥാർത്ഥ ശവക്കല്ലറയിൽ നിന്നും മാറ്റി ഡീർ അൽ ബഹറിയിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചത്? ആരാണിത് ചെയ്തത്? എന്തിനാണ് ചെയ്തത്? അങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും ഇന്നും ഉത്തരമില്ല. ഫറവോന്മാരുടെയും മറ്റു ഉന്നതരുടെയും മൃതശരീരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ക്ഷേത്രങ്ങളുടെയും ശവകുടീരങ്ങളുടെയും ഒരു വലിയ സമുച്ചയമാണ് ഡീർ അൽ ബഹ്റി എന്ന് പറയാം. ഈ വാക്കിന്റെ അർത്ഥം അറബി ഭാഷയിൽ വടക്കൻ മൊണാസ്ട്രി എന്നാണ്. BC 2008 മുതൽ BC 1957 വരെ ഭരിച്ച 11ാം രാജവംശത്തിലെ ഫറവോനായ മെന്റ്ഹോട്ടപ്പ് രണ്ടാമന്റെ കല്ലറയാണ് ഈ സ്ഥലത്ത് നിർമ്മിച്ച ആദ്യത്തെ ശവകുടീരം. BC 1526 മുതൽ 1506 വരെ ഭരിച്ചിരുന്ന 18ാം രാജവംശജനും ഈജിപ്തിലെ ആദ്യത്തെ രാജാവുമായ അമൻഹോട്ടപ്പ് ഒന്നാമൻ തൻ്റെ ശവകുടീരത്തിൽ നിന്നും ശവശരീരം വയ്ക്കേണ്ട മുറി പ്രത്യേകമായിട്ട് വേർതിരിച്ചു. എന്നിട്ട് തൻ്റെ ജഡം മാറ്റി അടക്കം ചെയ്യുവാനായിട്ട് ഡീർ അൽ ബഹ്റിയിൽ ഒരു ക്ഷേത്രം പ്രത്യേകമായിട്ട് നിർമ്മിച്ചു. എന്നാൽ അത് BC 1508 to 1458 കാലഘട്ടത്തിൽ ഈജിപ്ത് ഭരിച്ച 18ാം രാജവംശത്തിലെ 5ാമത്തെ ഫറവോ ആയ ഹട്ഷപ്സത്ത് രാജ്ഞി ഇടിച്ചു നിരത്തി. അമൻഹോട്ടപ്പിന്റെ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ശേഖരിച്ച രാജ്ഞി ജസർ ജസാരു അഥവാ ഹോളി ഓഫ് ഹോളീസ് എന്ന അർത്ഥം വരുന്ന പേരിൽ സ്വന്തമായിട്ടൊരു ശവകുടീര ക്ഷേത്രം നിർമ്മിച്ചു. അമൻഹോട്ടപ്പ് രണ്ടാമന്റെ കല്ലറ ക്ഷേത്രത്തിന്റെ മുകളിലാണ് ഇത് നിർമ്മിച്ചത്. മനോഹരമായിട്ടുള്ള ഒരു മട്ടുപ്പാവിന്റെ ഘടനയിൽ ഒരു മലഞ്ചെരിവിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഇതിപ്പോൾ ഈ സൈറ്റിൽ വെച്ച് കണ്ടെടുക്കപ്പെട്ടതിൽ ഏറ്റവും മികച്ചതും ഗവൺമെന്റ് നന്നായിട്ട് സംരക്ഷിച്ചു വരുന്നതും വിനോദസഞ്ചാരികളെ വളരെയേറെ ആകർഷിക്കുന്നതുമായിട്ടുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രങ്ങൾക്ക് പിന്നിലായിട്ടുള്ള പാറക്കൂട്ടങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഒരു കല്ലറയിലാണ് രാജാക്കന്മാരുടെ മമ്മികൾ അടക്കം ചെയ്ത ഡീർ അൽ ബഹ്റി ശവക്കല്ലറകൾ കണ്ടെത്തിയിട്ടുള്ളത്. 1881 വരെ ഇവിടെ നിരവധി ശവകുടീരങ്ങൾ മറഞ്ഞിരിക്കുന്ന വസ്തുത ഗാസ്റ്റൺ മാസ്പ്രോയെ അടക്കം ആർക്കും തന്നെ അറിയുമായിരുന്നില്ല. എന്നാൽ അബ്ദു എൽ റാസൂൽ എന്ന കുടുംബത്തിലെ 3 സഹോദരന്മാർക്ക് വളരെ മുൻപ് തന്നെ ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു. അവരുടെ പേരുകൾ ഇതാണ്: അഹമ്മദ് റസൂൽ, ഹുസൈൻ റസൂൽ, മുഹമ്മദ് റസൂൽ എന്നിങ്ങനെയാണ്. 1860 തന്നെ ഇവർ ഈ മമ്മികളെ കണ്ടെത്തിയിരുന്നു. പിന്നീട് അധികാരികൾ അവരെ ചോദ്യം ചെയ്തപ്പോൾ ഈ സഹോദരന്മാർ തങ്ങൾ മോഷണം നടത്തിയെന്ന് സമ്മതിക്കുവാനായിട്ട് ആദ്യം വിസമ്മതിച്ചു. അതോടെ പോലീസ് 3 സഹോദരന്മാരെയും അറസ്റ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് പെരുമാറി. അവസാനം മൂത്തവനായ മുഹമ്മദ് എൽ റസൂല് തങ്ങളാണ് ശവക്കല്ലറ കൊള്ളയടിച്ചതെന്ന് സമ്മതിച്ചു. അതിനുശേഷം ഗാസ്റ്റൺ മാസ്പ്രോയുടെ സഹായിയായ എമിലെ ബ്രക്ഷിൻ ഈ മുഹമ്മദിനെയും കൂട്ടിയിട്ട് അവർ മമ്മികൾ കണ്ടെത്തിയ സൈറ്റിലേക്ക് പുറപ്പെട്ടു. മുൻപ് ഒരു ടൂറിസ്റ്റ് ഗൈഡായും അതുപോലെ പുരാവസ്തുക്കൾ വിൽക്കുന്ന ഡീലറായിട്ടും ജോലി ചെയ്തു വന്ന മുഹമ്മദ് എൽ റസൂൽ അവിടെയുള്ള പാറക്കൂട്ടങ്ങൾക്കിടയിൽ തൻ്റെ നഷ്ടപ്പെട്ട ആടിനെ തിരയുന്നതിൻ്റെ ഇടയിലാണ് ഈ ശവകുടീരങ്ങൾ യാദൃശികമായിട്ട് കണ്ടെത്തിയത്. അങ്ങനെയാണ് അവർ ആദ്യം പോലീസിനോട് പറഞ്ഞ കഥ. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 റിപ്പോർട്ടുണ്ട്. 1871 മുഹമ്മദ് കല്ലറ കണ്ടെത്തിയത് എന്നും അല്ല 1875 കണ്ടുപിടിച്ചത് എന്നും പറയുന്നു. തൻ്റെ നഷ്ടപ്പെട്ടു പോയ ഒരു ആടിനെ തിരഞ്ഞ് ഡീർ അൽ ബഹ്റിക്ക് ചുറ്റുമുള്ള പാറക്കൂട്ടങ്ങളിൽ മുഹമ്മദ് നടക്കുകയായിരുന്നു. അങ്ങനെ തിരഞ്ഞു പോകവേ ആടിന്റെ കരച്ചിൽ ഭൂമിക്കടിയിൽ നിന്നും വരുന്നത് അയാൾ കേട്ടു. തൻ്റെ ആട് ഭൂമിക്ക് താഴെയായിട്ട് നിരവധി ശവകുടീരങ്ങളും പുരാവസ്തുക്കളും നിറഞ്ഞ വലിയൊരു ടോം ഷാഫ്റ്റിലേക്കാണ് വീണത് എന്ന് മുഹമ്മദിന് മനസ്സിലായി. ചതുരാകൃതിയിലുള്ള ശ്മശാന ഘടനയ്ക്കാണ് ടോം ഷാഫ്റ്റ് എന്ന് പറയുന്നത്. തൻ്റെ മൃഗത്തെ നഷ്ടപ്പെടുത്തുവാൻ തയ്യാറാകാത്ത മുഹമ്മദ് ഒരു തരത്തിൽ താഴേക്ക് വലിഞ്ഞിറങ്ങി. എന്നിട്ട് ആ ടോം ഷാഫ്റ്റിന്റെ ഉള്ളിലെത്തി. അവിടെ നിന്നും ഒരു ഇടനാഴിയിലെത്തി. അവിടെ നിന്നുകൊണ്ട് അയാൾ ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് പരിസരമെല്ലാം പരിശോധിച്ചു. അപ്പോൾ കണ്ടത് തനിക്ക് ചുറ്റുമായിട്ട് വലിയ തടി ശവപ്പെട്ടികൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നതാണ്. ഷാബിറ്റിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറിയ ശവസംസ്കാര പ്രതിമകൾ, മൂടിയുള്ള ജാറുകൾ, ശവസംസ്കാര ലേഖനങ്ങൾ, അങ്ങനെ തുടങ്ങിയ അമൂല്യമായ പലതും എല്ലായിടത്തും ചിതറിക്കിടപ്പുണ്ടായിരുന്നു. വളരെ അവിചാരിതമായിട്ടുള്ള ഈ കണ്ടെത്തലിന്റെ തൊട്ടു പിന്നാലെ ആ ശവകുടീരത്തിൽ നിന്നും കരകൗശല വസ്തുക്കളും അതുപോലെ മറ്റു പല വസ്തുക്കളും അബ്ദു എൽ റാസുൽ കുടുംബം കൊള്ളയടിക്കുകയും പലപ്പോഴായിട്ട് വിറ്റ് സുഖജീവിതം നയിക്കുകയും ചെയ്തു വന്നു. ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു കഥയുണ്ട്. നഷ്ടപ്പെട്ട ആടിനെ തിരഞ്ഞ് ചാവുകടലിനടുത്തുള്ള വാടി കുമ്രാനിലുള്ള പാറക്കൂട്ടങ്ങളിൽ തിരയുന്നതിനിടെ
1947 ഒരു ബെഡൂയിൻ ആട്ടിടയൻ ചാവുകടൽ ചുരുളുകൾ കണ്ടെത്തിയിരുന്നു. അതുപോലെയുള്ള ഒരു കഥയാണിതും. എന്നാൽ എൽ റസൂൽ സഹോദരന്മാർ പോലീസിനോട് പറഞ്ഞ കഥയിൽ ചില തെറ്റുകൾ ഉണ്ടായിരുന്നു. ഈ നിധിയുടെ കണ്ടെത്തലിന് ശേഷം വേറെയും ചില കാര്യങ്ങൾ കൂടി സംഭവിച്ചിരുന്നു. അവർ വളരെ ബുദ്ധിപൂർവ്വം ഒരു കഥ മെനഞ്ഞുണ്ടാക്കി. തങ്ങൾ കണ്ടെത്തിയ നിധിയുടെ രഹസ്യം എപ്പോഴെങ്കിലും പുറത്തു വരുമെന്ന് അവർ ഭയപ്പെട്ടു. 1871 കാലഘട്ടങ്ങളിൽ എൽ റസൂൽ സഹോദരന്മാർ പുരാവസ്തുക്കൾ കൊള്ളയടിച്ച് വിൽക്കുന്നവരായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ശവകുടീരം വളരെ ആകസ്മികമായിട്ട് അവർ കണ്ടെത്തിയത്. അതിൽ പ്രവേശിച്ച് അതിന്റെ ഉള്ളിലെ വിശാലമായിട്ടുള്ള സമ്പത്ത് തിരിച്ചറിഞ്ഞ ഈ സഹോദരന്മാർ ഒരു കാര്യം കൂടി ചെയ്തു. മറ്റ് ശവകുടീര കള്ളന്മാരും ഇത് കണ്ടെത്തുവാനായിട്ട് സാധ്യതയുണ്ട്. അവരെ ഇവിടെ നിന്നും ഏതു വിധേനയും അകറ്റി നിർത്തണം. അതിനു വേണ്ടിയിട്ട് ആ പ്രദേശത്തുള്ള ഒരു അറബി മിത്തായ അഫ്രിറ്റിനെ ചൂഷണം ചെയ്യുവാനായിട്ട് അവർ തീരുമാനിച്ചു. ഇസ്ലാമിക് മിത്തോളജിയിൽ ജിന്ന് അല്ലെങ്കിൽ ചെകുത്താൻ എന്നറിയപ്പെടുന്ന സങ്കല്പമായിരുന്നു അഫ്രിറ്റ്. നരകവും മരിച്ചവരുടെ ആത്മാവുമായിട്ടാണ് അതിനെ ബന്ധപ്പെടുത്തിയ കഥകളുള്ളത്. ഐതിഹ്യപ്രകാരം ഭൂഗർഭ അവശിഷ്ടങ്ങളിൽ ജീവിക്കുന്ന വലിയ ചിറകുള്ള തീ തുപ്പുന്ന ഒരു പിശാചാണ് അഫ്രിറ്റ്. തങ്ങൾ പുതിയതായിട്ട് കണ്ടെത്തിയ ശവകുടീരത്തിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം പുറപ്പെടുന്നുണ്ടെന്ന് ഈ സഹോദരന്മാർ മറ്റ് കള്ളന്മാരോടും ഗ്രാമവാസികളോടും പറഞ്ഞു. അതിന്റെ അകത്തൊരു അഫ്രിറ്റ് ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഈ ദുർഗന്ധമെന്ന് അവർ പറഞ്ഞു പരത്തി. ഗ്രാമവാസികൾ ഇത് പരിശോധിക്കുവാനായിട്ട് ഈ ഷാഫ്റ്റിന്റെ അടുത്തെത്തി. അപ്പോൾ ശരിയാണ്, അവിടെ നിന്നും വല്ലാത്തൊരു ദുർഗന്ധം പുറപ്പെടുന്നുണ്ട്. ശവക്കല്ലറയിൽ നിന്നും പുറപ്പെടുന്ന ദുഷിച്ച ദുർഗന്ധം കാരണം അവരാരും പിന്നെ ഒന്നും സംശയിച്ചില്ല. അവിടെ ഒരു അഫ്രിറ്റ് ഉണ്ടെന്ന് അവർ വിശ്വസിച്ചു. അതുകൊണ്ട് ആരും തന്നെ ആ ഭാഗത്തേക്ക് പകലിൽ പോലും കടന്നു പോകുവാനായിട്ട് മടിച്ചു. യഥാർത്ഥത്തിൽ ആ ദുർഗന്ധം അഫ്രിറ്റിന്റെ തെളിവായിരുന്നു, ഒരിക്കലുമല്ലായിരുന്നു. അൽ റാസൂൽ സഹോദരന്മാർ യഥാർത്ഥത്തിൽ ചെയ്തത് മറ്റൊന്നാണ്. അവർ ഒരു കഴുതയെ തല്ലിക്കൊന്ന് അതിന്റെ ജഡം ഈ ശവകുടീരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. സ്വാഭാവികമായിട്ടും കഴുതയുടെ ശരീരം ചീഞ്ഞ് ശക്തമായിട്ടുള്ള ദുർഗന്ധമുണ്ടായി. മറ്റു ടോം റൈഡർമാരുടെ ശല്യം അങ്ങനെയാണ് അവർ സമർത്ഥമായിട്ട് ഒഴിവാക്കിയത്. മുഹമ്മദ് എൽ റാസൂൽ എമിലെ ബ്രക്ഷിനെയും ഈജിപ്ഷ്യൻ ആന്റിക്വിറ്റി സർവീസിലെ മറ്റു ഉദ്യോഗസ്ഥരെയും ആ ശവകുടീരത്തിലേക്ക് നയിച്ചപ്പോൾ അവരും ഈ കഴുതയുടെ ജഡം കണ്ടെത്തി. അവിടെ ഉണ്ടായിരുന്ന ശവസംസ്കാര സാധനങ്ങളിൽ പലതും വളരെ കാലം കൊണ്ട് ഇവർ മോഷ്ടിച്ച് വിറ്റിരുന്നു. എന്തിനേറെ സ്വർണ്ണ ശവപ്പെട്ടികൾ വരെ ഇവർ ഉരുക്കിയെടുത്ത് വിറ്റിരുന്നു. എന്നാൽ രാജകീയ മമ്മികൾ എല്ലാം തന്നെ യാതൊരു കേടും കൂടാതെ ഇരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ശവകുടീരത്തിന്റെ യഥാർത്ഥ സ്ഥാനം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അവിടെ മറ്റൊരു വലിയ അപകടമുണ്ട്. പ്രാദേശികരായിട്ടുള്ള ഗ്രാമവാസികൾ ഇവിടേക്ക് ഇരമ്പിയെത്തും. പിന്നെ മിച്ചമുള്ളതെല്ലാം കൊള്ളയടിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആന്റിക്വിറ്റി സർവീസ് വളരെ വേഗത്തിൽ പ്രവർത്തിച്ചു. ഔദ്യോഗികമായിട്ട് നിധി കണ്ടെത്തി വെറും 5 ദിവസത്തിന്റെ ഉള്ളിൽ ഈ ശവകുടീരം ഖനനം ചെയ്യുവാനായിട്ട് 300ഓളം തൊഴിലാളികളെ സംഘടിപ്പിച്ചു. അവരുടെ സഹായത്തോടെ അവർ ഖനനം തുടങ്ങി. ശ്രദ്ധേയമായിട്ടുള്ള മമ്മികളും 6000-ലധികം കരകൗശല വസ്തുക്കളും അങ്ങനെ നീക്കം ചെയ്തു. അവയെല്ലാം നൈൽ നദിയിലൂടെ കെയ്റോയിലെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിലേക്ക് അയച്ചു. നിർഭാഗ്യവശാൽ സമയപരിമിതി കാരണം അവർക്ക് മമ്മികളുടെയോ ശവസംസ്കാര വസ്തുക്കളുടെയോ ഒരു ഫോട്ടോ പോലും എടുക്കുവാൻ കഴിഞ്ഞില്ല. ശവകുടീരത്തിന്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ പോലും അവർ വരച്ചിരുന്നില്ല. ശവകുടീരത്തിലെ കണ്ടെത്തലുകളുടെ കൃത്യമായിട്ടുള്ള ഒരു പട്ടികയും അവർ തയ്യാറാക്കിയിരുന്നുമില്ല. ഇതോടെ ഈജിപ്ഷ്യൻ പുരാവസ്തു വകുപ്പിന് ഒരു കാര്യം മനസ്സിലായി. പുരാവസ്തു കരിഞ്ചന്തയെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് മുഹമ്മദിന് ഉണ്ടെന്ന്. അതുകൊണ്ട് അയാളെയും കൂട്ടത്തിൽ ചേർക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് മുഹമ്മദ് എൽ റസൂലിന് ഈജിപ്ഷ്യൻ ആന്റിക്വിറ്റി സൊസൈറ്റി തങ്ങളുടെ ഫോർമാനായിട്ട് ജോലി നൽകിയത്. അതിന് പ്രയോജനവുമുണ്ടായി. 1891 ഈ മുഹമ്മദ് ഡീർ അൽ ബഹ്റിയുടെ സമീപത്തായിട്ട് അന്നുവരെ ആരും കണ്ടുപിടിക്കാത്ത ബാബൽ ഗാസസ് എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു ശവകുടീരം കണ്ടെത്തി. എന്നിട്ട് ഈ സൊസൈറ്റിയുടെ ഇൻസ്പെക്ടർമാരിൽ ഒരാളെ അത് കൊണ്ടുപോയിട്ട് കാണിച്ചും കൊടുത്തു. കള്ളനെ പോലീസാക്കി മാറ്റിയ ഈ നിയമനം വലിയ രീതിയിൽ പ്രയോജനപ്പെട്ടു എന്ന് പറയാം. അയാൾ പുതിയതായിട്ട് കണ്ടെത്തിയ ഈ ശവകുടീരത്തിൽ അമൂനിലെ 160 മഹാപുരോഹിതന്മാരുടെ മമ്മികൾ ഉണ്ടായിരുന്നു. എന്നാൽ അധികാരികൾക്ക് ഈ സ്ഥലം കാണിച്ചു കൊടുക്കുന്നതിനും വളരെ മുൻപ് തന്നെ ഈ സ്ഥലത്തെക്കുറിച്ച് മുഹമ്മദിന് അറിയാമായിരുന്നുവെന്ന് സൊസൈറ്റി കണ്ടെത്തി. അതിനെ തുടർന്ന് മുഹമ്മദിനെ ജോലിയിൽ നിന്നും അവർ പുറത്താക്കി. ഫ്രഞ്ച് പുരാവസ്തു ഗവേഷകനായ വിക്ടർ ലോറേറ്റ് 1898 മാർച്ചിൽ രാജാക്കന്മാരുടെ താഴ്വരയിൽ നിന്നും മമ്മികളുടെ മറ്റൊരു ശേഖരം കണ്ടെത്തി. ഇത് KV 35 എന്നാണ് അറിയപ്പെടുന്നത്. ഈ ശവകുടീരം BC 1427 മുതൽ 1401 വരെ ഭരിച്ചിരുന്ന അമൻഹോട്ടപ്പ് രണ്ടാമന്റെ ആയിരുന്നു. മാത്രവുമല്ല മറ്റ് നിരവധി മൃതദേഹങ്ങൾ അതിനു ചുറ്റും ചിതറിക്കിടപ്പുണ്ടായിരുന്നു. വേറെ കുറച്ച് മൃതദേഹങ്ങളാകട്ടെ ശവകുടീരത്തിന്റെ വശത്തുള്ള അറകളിൽ അടുക്കിയും വെച്ചിട്ടുണ്ട്. അതിൽ 13 മമ്മികൾ ഉണ്ടായിരുന്നു. അതിൽ ഭൂരിഭാഗവും ഈജിപ്ഷ്യൻ രാജവംശത്തിൽപ്പെട്ടവരുടെ ആയിരുന്നു. ഇവയിൽ ചിലതിന് ശവപ്പെട്ടികളില്ലായിരുന്നു. അവരുടെ ശരീരത്തിലെ ബാൻഡേജ് നീക്കം ചെയ്തിരുന്നു. സൈഡ് ചേംബറിൽ കാണപ്പെട്ട മമ്മികൾക്കെല്ലാം തലയോട്ടിയിൽ വലിയൊരു ദ്വാരമുണ്ടായിരുന്നു. അവരുടെ ചങ്കിന്റെ ഭാഗം തുറന്നിരുന്നു. മമ്മികളുടെ ബാൻഡേജുകൾ നീക്കം ചെയ്ത് അതിന്റെ ഉള്ളിൽ അണിയിച്ചിരുന്ന ആഭരണങ്ങളും ഏലസുകളും അങ്ങനെ തുടങ്ങി വിലമതിക്കാനാവാത്ത സമ്പത്തെല്ലാം
ശവകുടീര കള്ളന്മാർ മോഷ്ടിച്ചിരുന്നു. അതിന്റെ ഫലമായിരുന്നു ഇത്. 1901 നവംബർ 24 ഒരു സംഭവമുണ്ടായി. രാജാക്കന്മാരുടെ താഴ്വരയിൽ ജോലി ചെയ്തിരുന്ന നൈറ്റ് ഗാർഡുകൾ ഒരു കാര്യം അധികാരികളോട് പറഞ്ഞു. അന്ന് രാത്രിയിൽ 1 ഡസനിലധികം വരുന്ന ആക്രമണകാരികൾ കാവൽ നിൽക്കുകയായിരുന്ന തങ്ങളെ ആക്രമിച്ച് കീഴടക്കിയെന്നും അതിനുശേഷം ഈ കൊള്ളക്കാർ KV-35 ഉള്ളടക്കങ്ങൾ കൊള്ളയടിച്ചുവെന്നുമായിരുന്നു അത്. മോഷ്ടാക്കൾ തിടുക്കപ്പെട്ട് അമൻഹോട്ടപ്പ് രണ്ടാമന്റെ മമ്മി കീറിമുറിച്ച് ഏലസുകളും ആഭരണങ്ങളും മോഷ്ടിച്ചു. മൃതദേഹം സർക്കോഫാഗസിൽ നിന്നും മാറ്റുന്ന സമയത്ത് അതിന് വലിയ കേടുപാടുകൾ സംഭവിച്ചു. അതേ സമയത്ത് തെക്കൻ ഈജിപ്തിലെ ആന്റിക്വിറ്റീസ് ചീഫ് ഇൻസ്പെക്ടറായ ഹോവാർഡ് കാർട്ടർ ഈ ആക്രമണത്തെക്കുറിച്ച് അന്വേഷിച്ചു. ഇദ്ദേഹമാണ് പിന്നീട് ടുട്ടുംഖാമിന്റെ ശവകുടീരം കണ്ടുപിടിച്ചത്. ഇതൊരു നുണയാണെന്നും കവർച്ച നടന്നത് കാവൽ സംഘത്തിന്റെ സഹായം കൊണ്ടാണെന്നും ഹോവാർഡ് കാർട്ടർ ഉറച്ചു വിശ്വസിച്ചു. സൈറ്റിലെ കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ ആ ശവകുടീരത്തിൽ 1 or 2 ആളുകളിലധികം കടന്നിട്ടില്ല എന്ന് ഹോവാർഡ് കാർട്ടർ കണ്ടെത്തി. KV-35 കൊള്ളയടിച്ചതിൽ കാർട്ടറിന്റെ പ്രധാന സംശയം നീണ്ടത് തങ്ങളുടെ പഴയ സുഹൃത്തും കള്ളനുമായിട്ടുള്ള മുഹമ്മദ് എൽ റസൂലിന് നേർക്കായിരുന്നു. അയാളല്ലാതെ മറ്റാരും അതിന് തുനിയില്ല. എങ്കിലും മതിയായിട്ടുള്ള തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് കേസ് ഉപേക്ഷിക്കേണ്ടി വന്നു. 1903 ആന്റിക്വിറ്റി സർവീസിൽ നിന്നും കാർട്ടർ രാജിവെച്ചു. കണ്ടെടുക്കപ്പെട്ട എല്ലാ കല്ലറുകളിലും വെച്ച് ഈജിപ്ഷ്യൻ രാജവംശത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സമ്പത്തിന്റെ ശേഖരം ഉണ്ടായിരുന്ന ശവകുടീരം DB-320 ആണ്. റാംസസ് രണ്ടാമൻ, മൂന്നാമൻ, അമൻഹോട്ടപ്പ് ഒന്നാമൻ, തുത്മോസ് ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ, സേറ്റി ഒന്നാമൻ, അഹ്മോസ് ഒന്നാമൻ, നുഡ്ജ് ഒന്നാമൻ, രണ്ടാമൻ ഇവരുടെ എല്ലാവരുടെയും മമ്മികൾ ഈ കുടീരത്തിൽ ഉൾപ്പെടുന്നു. തീബൻ മഹാപുരോഹിതനായ നുഡ്ജ് രണ്ടാമന്റെ കുടുംബ നിലവറയാണ് ഈ ശവകുടീരമെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഇതിന് ഒരു തരത്തിലും ഉറപ്പില്ല. ബ്രിട്ടീഷ് ഓസ്ട്രേലിയൻ സയന്റിസ്റ്റായ ഗ്രാഫ്റ്റൺ ഏലിയറ്റ് സ്മിത്ത് ഈ ശവകുടീരത്തിൽ നിന്നും കിട്ടിയ ശവങ്ങളിൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയിരുന്നു. ഈജിപ്ഷ്യൻ ഭരണാധികാരികളെക്കുറിച്ച് ആകർഷകമായിട്ടുള്ള വിശദാംശങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട്. 1912 പബ്ലിഷ് ചെയ്ത റോയൽ മമ്മികളുടെ കാറ്റലോഗിൽ അദ്ദേഹം തന്റെ പരിശോധനയുടെ ഫലങ്ങൾ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. BC 1518 മുതൽ 1504 വരെ ഈജിപ്ത് ഭരിക്കുകയും അർത്ഥ സഹോദരിയായിട്ടുള്ള ഹപ്ഷപ്സട്ടിനെ വിവാഹം കഴിക്കുകയും ചെയ്ത തുത്മോസ് രണ്ടാമന്റെ ശരീരത്തിൽ സ്മിത്ത് നടത്തിയ പരിശോധനയിൽ ചില കാര്യങ്ങൾ വ്യക്തമായിരുന്നു. എല്ലാ തുത്മോസുകളെയും പോലെ അദ്ദേഹത്തിന്റെ താഴത്തെ പല്ലുകളെ അപേക്ഷിച്ച് മുകളിലത്തെ പല്ലുകൾ മുൻപോട്ട് തള്ളി നിൽക്കുന്നതായിരുന്നു. 5 അടി 6 ഇഞ്ച് ഉയരമുണ്ടായിരുന്നു അയാൾക്ക്. തുത്മോസ് രണ്ടാമൻ കഷണ്ടിക്കാരനാണെന്നും മുഖത്തിലെ ചർമ്മത്തിന് ചുളിവുകൾ ഉള്ളതായിട്ടും സ്മിത്ത് പറഞ്ഞു. അദ്ദേഹം മരിച്ചത് 30 വയസ്സിന് മുകളിലാണെന്നും അദ്ദേഹം കണ്ടെത്തി. എങ്കിലും അദ്ദേഹത്തിന്റെ മരണം ഒരു നിഗൂഢതയാണ്. വ്യക്തമായിട്ടുള്ള മരണകാരണം ഒന്നും തന്നെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. BC 1291 മുതൽ 1278 വരെ ഭരിച്ച സേറ്റി ഒന്നാമന്റെ ജഡവും സ്മിത്ത് പരിശോധിച്ചിരുന്നു. കർണാക്കിലെ അവിശ്വസനീയമായിട്ടുള്ള 80 അടി ഉയരമുള്ള ഹൈപ്പോസ്റ്റൈൽ ഹാൾ നിർമ്മിച്ചത് ഇദ്ദേഹമായിരുന്നു. പല നിരകളിലായിട്ട് ഭീമാകാരമായിട്ടുള്ള പില്ലറുകളുടെ മുകളിൽ മേൽക്കൂരയുള്ള ഒരു നിർമ്മിതിക്കാണ് ഹൈപ്പോസ്റ്റൈൽ എന്ന് പറയുന്നത്. DB-320 നിന്നും കണ്ടെടുത്ത എല്ലാ മമ്മികളിലും വെച്ച് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെട്ടത് സേറ്റി ഒന്നാമന്റെ ആയിരുന്നു. 60ാമത്തെ വയസ്സിൽ ഈ ഭരണാധികാരി മരിച്ചുവെന്ന് സ്മിത്ത് വെളിപ്പെടുത്തി. KV-35 നിന്നുമുള്ള മമ്മിക്കൂട്ടങ്ങളിൽ തുത്മോസ് നാലാമൻ, അമൻഹോട്ടപ്പ് മൂന്നാമൻ, റാംസസ് നാലാമൻ, അഞ്ചാമൻ, ആറാമൻ എന്നിവരെ കൂടാതെ സേറ്റി രണ്ടാമന്റെയും 2 സ്ത്രീകളുടെയും മമ്മികൾ ഉണ്ടായിരുന്നു. അവയിൽ ഒന്നിനെ എൽഡർ ലേഡി എന്ന് വിളിക്കുന്നു. 2007 സെപ്റ്റംബർ മുതൽ 2009 ഒക്ടോബർ വരെ നടന്ന കിങ് ടുട്ടുംഖാമൻ ഫാമിലി പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് 2010 ഒരു DNA പരിശോധന നടത്തുകയുണ്ടായി. അതിൽ നിന്നും മനസ്സിലായത് എൽഡർ ലേഡി എന്നറിയപ്പെടുന്ന മമ്മി BC 1398 മുതൽ 1338 വരെ ജീവിച്ചിരുന്ന ടൈ രാജ്ഞിയായിരുന്നു. ഫറവോൻ അമൻഹോട്ടപ്പ് മൂന്നാമന്റെ രാജകീയ ഭാര്യയായിരുന്നു ടൈ രാജ്ഞി. അവൾ ടുട്ടുംഖാമന്റെ മുത്തശ്ശിയുമായിരുന്നു. രണ്ടാമത്തെ സ്ത്രീയുടെ മമ്മിയെ യങ്ങർ ലേഡി എന്ന് വിളിച്ചിരുന്നു. ഗ്രാഫ്റ്റൺ എലിയറ്റ് സ്മിത്തിന്റെ പരിശോധനയിൽ അവൾക്ക് 5 അടി 2 ഇഞ്ച് ഉയരമുണ്ടെന്നും മരണസമയത്ത് 25 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നില്ല എന്നും വെളിപ്പെട്ടു. ആ മമ്മിക്ക് കാര്യമായിട്ടുള്ള നാശനഷ്ടം സംഭവിച്ചിരുന്നു. അതുണ്ടാക്കിയത് ശവകുടീര മോഷ്ടാക്കളാണെന്ന് കരുതപ്പെടുന്നു. മമ്മിയുടെ വായുടെയും കവിളിന്റെയും ഇടതുവശത്തായിട്ട് വലിയൊരു മുറിവ് കണ്ടിരുന്നു. ഇത് മരണത്തിന്റെ തൊട്ടു മുൻപ് സംഭവിച്ചതാണെന്നും മാരകമായ പരിക്കിന്റെ ഫലമായിട്ടാണ് അതെന്നും വിശ്വസിക്കപ്പെടുന്നു. യങ്ങർ ലേഡി കൊല്ലപ്പെട്ടതാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. 2003 ബ്രിട്ടീഷ് ഈജിപ്റ്റോളജിസ്റ്റ് ഡോക്ടർ ജോവാൻ ഫ്ലെച്ചർ യങ്ങർ ലേഡി മറ്റാരുമല്ലെന്നും ഫറവോൻ അഖ്നാറ്റന്റെ മഹദിയും രാജകീയ ഭാര്യയുമായ നെഫർട്ടിറ്റിയാണെന്ന് അവകാശപ്പെട്ടു. എന്നാൽ ഈജിപ്റ്റോളജിസ്റ്റും മുൻ ഈജിപ്ഷ്യൻ ആന്റിക്വിറ്റീസ് അഫയറിന്റെ സ്റ്റേറ്റ് മിനിസ്റ്ററുമായ ഡോക്ടർ സഹി ഹവാസ് ഉൾപ്പെടെ മിക്ക ഈജിപ്റ്റോളജിസ്റ്റുകളും ഈ സിദ്ധാന്തം തള്ളിക്കളഞ്ഞു. ഈ മമ്മി ഒരു പുരുഷന്റെ ആണെന്ന് സഹി ഹവാസ് തുടക്കത്തിൽ വിശ്വസിച്ചിരുന്നു. എങ്കിലും ടുട്ടാൻഖാമൻ ഫാമിലി പ്രോജക്റ്റിനിടെ യങ്ങർ ലേഡിയുടെ DNA പരിശോധനയിൽ ഈ മമ്മി ഒരു സ്ത്രീയുടെ ആണെന്ന് വെളിപ്പെട്ടു.
ഒരു പക്ഷെ അഖനാറ്റന്റെ സഹോദരിയും ഭാര്യയുമായ യങ്ങർ ലേഡി ടുട്ടാൻഖാമുന്റെ അമ്മയായിരിക്കാമെന്ന് പറയപ്പെടുന്നു. ഇത് അഖനാറ്റന്റെ രണ്ടാമത്തെ ഭാര്യയായ കിയായോ, അല്ലെങ്കിൽ അമൻഹോട്ടപ്പ് മൂന്നാമന്റെ പുത്രിമാരായ നെബറ്റയോ, അല്ലെങ്കിൽ ബെക്കറ്റാറ്റനോ, അല്ലെങ്കിൽ അഖനാറ്റന്റെയും നെഫർട്ടിറ്റിയുടെയും മകളായ മെറിറ്റാറ്റനോ ആണെന്ന് പല വാദങ്ങളുണ്ട്. ഇത്തരം മൊഴിയിടങ്ങളിൽ ധാരാളം രാജകീയ മമ്മികൾ ഒരുമിച്ച് ശേഖരിച്ചു വയ്ക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അവർ അവരുടെ യഥാർത്ഥ ശവകുടീരങ്ങളിൽ ആഡംബര വസ്തുക്കൾ സൂക്ഷിക്കാത്തത്? അതിന് കാരണം ഇതാണ്. യഥാർത്ഥത്തിൽ BC 1156 റാംസസ് മൂന്നാമനെ വധിച്ചതിനു ശേഷം രാജ്യത്തിന്റെ തകർച്ചയോടെയാണ് ഈ കഥ ആരംഭിക്കുന്നത്. പുതിയ വിദേശ ശക്തികളുടെ വളർച്ചയോടെ ഏഷ്യൻ സാമ്രാജ്യത്തിലെ ഏറ്റവും സമ്പന്നമായിരുന്ന ഈജിപ്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുവാൻ തുടങ്ങി. അതിനെ തുടർന്ന് വരൾച്ച, ക്ഷാമം, കടുത്ത ഔദ്യോഗിക അഴിമതി ഇതെല്ലാം ഈജിപ്തിന്റെ ശക്തി ക്ഷയിപ്പിച്ചു. അതിലും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് തീബ്സിലെ അമൂൺ ദേവന്റെ പുരോഹിതന്മാരുടെ ശക്തി വർദ്ധിച്ചതാണ്. ഇതൊരു ആഭ്യന്തര കലഹത്തിന് കാരണമാവുകയും ചെയ്തു. BC 1080 മുതൽ 943 വരെ ഉയർന്ന സ്ഥാനമുള്ള പുരോഹിതന്മാർ ഭരണത്തിൽ വലിയ രാഷ്ട്രീയ ശക്തിയും സ്വാധീനവും ചെലുത്തിയിരുന്നു. ഇവർ പ്രധാനമായിട്ടും അപ്പർ ഈജിപ്തിലെ, അതായത് ഈജിപ്തിന്റെ തെക്കൻ പ്രദേശങ്ങളിലെ ഭരണാധികാരികളായി. ഈ മഹാപുരോഹിതന്മാരിൽ 2 പേർ ഇവരാണ്: നജ്ജം ഒന്നാമൻ, നജ്ജം രണ്ടാമൻ. ഇതിൽ നജ്ജം ഒന്നാമൻ മിഡിൽ അപ്പർ ഈജിപ്തിനെ BC 1070 മുതൽ 1032 വരെ നിയന്ത്രിച്ചിരുന്നു. അതേ സമയത്ത് ഈജിപ്തിലെ 21ാം രാജവംശത്തിന്റെ സ്ഥാപകനായ മെൻഡസ് ലോവർ ഈജിപ്തിനെ ഭരിച്ചു. ഡീർ അൽ ബഹ്റിയിലെ രാജകീയ മമ്മി കൂട്ടങ്ങളിൽ നിന്നും നജ്ജം ഒന്നാമന്റെ മമ്മിയും കണ്ടെത്തിയിരുന്നു. BC 990 മുതൽ 976 വരെ നജ്ജം രണ്ടാമൻ ഈജിപ്തിന്റെ തെക്കൻ പ്രദേശങ്ങൾ ഭരിച്ചു. ഭാര്യമാരോടും മകളോടും ഒപ്പം നജ്ജം രണ്ടാമന്റെ മമ്മിയും ഡീർ അൽ ബഹ്റിയിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഈജിപ്തിന്റെ ചരിത്രത്തിലെ ഈ കുഴപ്പം പിടിച്ച സമയത്ത് രാജകീയ ശവകുടീരങ്ങൾ കൊള്ളയടിക്കുന്നത് സർവ്വസാധാരണമായിരുന്നു. അതൊരു പകർച്ചവ്യാധി പോലെ വ്യാപിച്ചു. അതോടെയാണ് ശവകുടീരത്തിന്റെ പവിത്രത നിലനിർത്തുവാനും ശവകുടീരങ്ങൾ കൊള്ള ചെയ്യുന്നത് തടഞ്ഞ് രാജകീയ മമ്മികളെ രക്ഷപ്പെടുത്തുവാനുമുള്ള ശ്രമം അമൂനിലെ ശക്തരായിട്ടുള്ള മഹാപുരോഹിതന്മാർ തുടങ്ങിവെച്ചത്. അങ്ങനെയാണ് രാജാക്കന്മാരുടെ താഴ്വരയിലെ യഥാർത്ഥ ശവകുടീരങ്ങളിൽ നിന്നും അതിലുള്ള മമ്മികളെ ഡീർ അൽ ബഹ്റിക്ക് ചുറ്റുമുള്ള കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ സ്ഥലത്തേക്ക് അവർ നീക്കം ചെയ്തത്. മമ്മികൾ നീക്കം ചെയ്യും മുൻപ് നജ്ജം ഒന്നാമനെയും നജ്ജം രണ്ടാമനെയും വീണ്ടും തിരിച്ചറിയുവാനായിട്ട് അവർ ലേബൽ ചെയ്തിരുന്നു. ഒപ്പം കാലപ്പഴക്കത്തിൽ ദുർബലമായിട്ട് തീർന്ന ചില ശവപ്പെട്ടികൾ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. നിരവധി ശവപ്പെട്ടികളിലെ ലേബലുകളിൽ മഷിയിൽ എഴുതിയിട്ടുള്ള വാചകങ്ങൾ പറയുന്നത് ഈ മമ്മികളെ ഒന്നിലധികം തവണ അവർ നീക്കിയിട്ടുണ്ട് എന്നാണ്. ഒരു ശവക്കല്ലറയിൽ നിന്നും മറ്റൊരു ശവക്കല്ലറയിലേക്ക് യാത്ര ചെയ്ത് അവസാനത്തെ വിശ്രമ സ്ഥലങ്ങളായ DB 320, KV 35, ബാബൽ ഗാസസ് എന്നിവിടങ്ങളിൽ അവസാനം ഈ മമ്മികൾ എത്തിച്ചേരുകയായിരുന്നു. ഉദാഹരണത്തിന് റാംസസ് ഒന്നാമൻ, സേറ്റി ഒന്നാമൻ, റാംസസ് രണ്ടാമൻ എന്നിവരുടെ ശവപ്പെട്ടികളിലെ എഴുത്തുകൾ പ്രകാരം നജ്ജം ഒന്നാമന്റെ ഭരണകാലത്ത് ഈ പെട്ടികൾ 17ാമത് രാജവംശത്തിലെ രാജ്ഞിയും ഫറവോൻ സെനക്തൻ താവോ ഒന്നാമന്റെ മകളുമായ അഹ്മോസ് ഇൻഹാപ്പിയുടെ ശവകുടീരത്തിൽ മറച്ചു വെച്ചിരുന്നുവെന്ന് എഴുതിയിട്ടുണ്ട്. നിരവധി ശവകുടീരങ്ങളിലേക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും മാറ്റുന്നത് മൂലം നിരവധി ഈജിപ്ഷ്യൻ രാജകീയ കരകൗശല വസ്തുക്കളും അതോടൊപ്പം അപ്രത്യക്ഷമായി. ഈ കരകൗശല വസ്തുക്കൾ കൊള്ളയടിച്ചതിന്റെ ഉത്തരവാദികൾ ശവകുടീര കള്ളന്മാരാണെന്ന് ഗാസ്റ്റൺ മാസ്പെറോ വിശ്വസിച്ചിരുന്നു. എന്നാൽ ആധുനിക ഈജിപ്റ്റോളജിസ്റ്റുകൾ പറയുന്നത് ഇങ്ങനെയാണ്: തീബൻ മഹാപുരോഹിതന്മാർ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യത്തിനോ അല്ലെങ്കിൽ മറിച്ചു വിൽക്കുവാനോ വേണ്ടി വളരെ വിലപിടിപ്പുള്ള ഈ വസ്തുക്കളിൽ ഭൂരിഭാഗവും മോഷ്ടിച്ചിരുന്നു. അനുദിനം തകർന്നു വരുന്ന സാമ്പത്തിക മേഖലയെ ഒന്ന് പിടിച്ചു നിർത്തുവാനായിരുന്നു അവർ അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നു. ഈ കഥ ഇവിടെ തീരുകയാണ്. എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയൊരു കഥയല്ല എന്നും എനിക്കറിയാം. ചില കഥകൾ അങ്ങനെയാണ്. കേൾക്കുന്നവർക്കും ഭ്രാന്ത് പിടിക്കും, പറയുന്നവർക്കും ഭ്രാന്ത് പിടിക്കും. അത്തരത്തിൽപ്പെട്ട ഒരു കഥയാണിത്.